നമസ്കാരം. സംസ്ഥാനത്ത് ഇന്നും അസ്ഥിരമായ കാലാവസ്ഥ തുടരുന്നതിനാൽ വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ സൂചിപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം മുതൽ വടക്കൻ കേരളത്തിൽ മഴ സജീവമാവുകയും വൈകുന്നേരത്തോടെ മധ്യ കേരളത്തിലേക്ക് വ്യാപിക്കുവാനും സാധ്യതയുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ വൈകുന്നേരം 3 മണി മുതൽ 7 മണി വരെ ഇടിയോടുകൂടിയ മഴ ലഭിക്കുവാനാണ് സാധ്യത. ചില പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യത ഉള്ളതിനാൽ ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാത്രിയുടെ പാലക്കാട്, തൃശൂർ ജില്ലകളിലേക്ക് മഴ വ്യാപിക്കാനിടയുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയും ചെറുകാറ്റും അനുഭവപ്പെടുവാനാണ് സാധ്യത. അതേസമയം തെക്കൻ കേരളത്തിൽ വലിയ മഴ സാധ്യത കുറഞ്ഞിരിക്കുമ്പോഴും ചിലയിടങ്ങളിൽ ചാറ്റൽ മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം വടക്കൻ കേരളത്തിൽ ആരംഭിക്കുന്ന മഴ വൈകുന്നേരത്തോടെ ശക്തി പ്രാപിച്ച് മധ്യ കേരളത്തിലേക്ക് വ്യാപിക്കുവാനാണ് സാധ്യത. ഇടിമിന്നൽ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ തുറസായ ഇടങ്ങളിൽ നിൽക്കുന്നത് ഒഴിവാക്കണം. കാറ്റ് ശക്തമാകാൻ സാധ്യത ഉള്ളതിനാൽ മരങ്ങൾക്കും വൈദ്യുത ലൈനുകൾക്കും സമീപം ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് പകൽ ഇടയ്ക്കിടെ അനുഭവപ്പെടുന്ന മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിന് പിന്നിൽ നിരവധി കാലാവസ്ഥാ ഘടകങ്ങൾ പ്രവർത്തിക്കുന്നതായി നിരീക്ഷണങ്ങൾ വ്യക്തമാക്കുന്നു. പ്രത്യേകിച്ച് അറബിക്കടലിൽ നിന്ന് എത്തുന്ന ഈർപ്പമുള്ള കാറ്റും അന്തരീക്ഷത്തിലെ അസ്ഥിരതയും ചേർന്നതാണ് ഈ സാഹചര്യം സൃഷ്ടിക്കുന്നത്. വായുവിലെ ഈർപ്പം ഉയർന്നത് മേഘങ്ങളുടെ രൂപീകരണം വേഗത്തിലാക്കുന്നു. കൂടാതെ സമീപ പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന കുറഞ്ഞ മർദ്ദ മേഖലകളും വായുവിനെ മുകളിലേക്ക് ഉയർത്തി കട്ടിയുള്ള മേഘാവരണം സൃഷ്ടിക്കുന്നു. ഇതോടെ ആകാശം മുഴുവൻ മേഘാവൃതമാകുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. പകൽ സമയത്ത് ഉയർന്ന ചൂടും വൈകുന്നേരത്തോടെ തണുത്ത കാറ്റിന്റെ പ്രവേശനവും തമ്മിലുള്ള വ്യത്യാസം മേഘങ്ങളുടെ വളർച്ചയെ ശക്തിപ്പെടുത്തുന്നു. ഇതാണ് പലപ്പോഴും ഇടിയോടുകൂടിയ മഴയ്ക്കും കാരണമാവുന്നത്. ഇതിനൊപ്പം വിവിധ ദിശകളിൽ നിന്നുള്ള കാറ്റുകൾ തമ്മിൽ കൂടിച്ചേരുന്ന ഒരു സാഹചര്യം മേഘസാന്ദ്രത വർദ്ധിപ്പിക്കുന്നു. വേനൽക്കാല അവസാനത്തോടനുബന്ധിച്ചുള്ള കാലാവസ്ഥാ അസ്ഥിരതയും ഇതിന് പിന്തുണയാകുന്നുണ്ട്. ഈർപ്പം കൂടുകയും കാറ്റ്, ചൂട്, മർദ്ദ വ്യത്യാസങ്ങൾ എന്നിവ ഒന്നിച്ചു പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിന് പ്രധാന കാരണങ്ങൾ. കേരളത്തിൽ വേനൽ കടക്കുന്നതിനൊപ്പം അൾട്രാ വയലറ്റ് വികിരണത്തിന്റെ അളവും അപകടകരമായ രീതിയിൽ ഉയരുന്നുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിലെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിൽ ഉയർന്ന UV ഇൻഡെക്സ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ഇങ്ങനെയാണ്. സംസ്ഥാനത്തെ 8 പ്രധാന കേന്ദ്രങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചത്. കൊല്ലം, കൊട്ടാരക്കര, പത്തനംതിട്ട, കോന്നി, ആലപ്പുഴ, ചെങ്ങന്നൂർ, കോട്ടയം, ചങ്ങനാശ്ശേരി, പാലക്കാട്, തൃത്താല, മലപ്പുറം, പൊന്നാനി എന്നിവിടങ്ങളിൽ UV ഇൻഡെക്സ് 8 ആണ് രേഖപ്പെടുത്തിയത്. ഇത് അതീവ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമാണ്. ഇടുക്കി, മൂന്നാർ, എറണാകുളം, കളമശ്ശേരി, തൃശൂർ, ഒല്ലൂർ എന്നീ ജില്ലകളിൽ ഇൻഡെക്സ് 7 ആയതിനാൽ അവിടെ യെല്ലോ അലർട്ടാണ് നിലവിലുള്ളത്. തിരുവനന്തപുരം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇൻഡെക്സ് 5 ആയി തുടരുന്നു. UV ഇൻഡെക്സ് 8 മുതൽ 10 വരെ എത്തുന്ന സാഹചര്യത്തിൽ പുറത്തിറങ്ങുന്നവർ കടുത്ത ജാഗ്രത പാലിക്കണം. തുടർച്ചയായി വെയിലേൽക്കുന്നത് സൂര്യതാപത്തിനും ചർമ്മരോഗങ്ങൾക്കും കാരണമായേക്കാം. സാധാരണഗതിയിൽ ഉച്ച സമയത്താണ് വികിരണം കൂടുന്നത്. നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക.